ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എന്നാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പൊ അധികം വളച്ചു നീട്ടില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം ആകെപ്പാടെ ഈ ഒരു ചിക്കൻ കറിയിൽ കുറച്ചെങ്കിലും കഷ്ടപ്പാടുള്ള പണി ഈ സവാള വറുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പൊ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള, അതായത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവാള എടുത്ത് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചെറുതായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ സവാള വറുക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ നിന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പൊ ദാണ്ടെ സവാളയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിൽ കൂടുതൽ ഫ്രൈ ആക്കാൻ നിൽക്കണ്ട കേട്ടോ, കരിഞ്ഞു പോവും. അപ്പൊ ഇത്രയാകുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പം ഏതാണ്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം, ടേബിൾ സ്പൂൺ ആണേ, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ മസാലകൾ. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, സവാള, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോഴേക്കും അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ ചുക്കയുടെ ആ ഒരു സെയിം ടേസ്റ്റ് ആണ്. പക്ഷെ ചിക്കൻ ചുക്ക കുറച്ചും കൂടെ വരട്ടിയെടുത്ത രീതിയിലാണ് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടി വെക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഇപ്പൊ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ മസാല ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം. ഇനിയിപ്പോ റെസ്റ്റ് ആക്കാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ റെസ്റ്റ് ആക്കാനൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ, എനിക്ക് ടൈം ഇല്ലായിരുന്നു. അപ്പം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ എണ്ണയുണ്ടല്ലോ, നമുക്ക് സവാള വറുത്തതിന്റെ എണ്ണ ബാലൻസ് വന്നായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒരുപാട് അങ്ങ് ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഇത് അത്യാവശ്യം ചൂടോടെ തന്നെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളിയാണ് കേട്ടോ, അതൊന്ന് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെ കൂടെ തന്നെ ഞാനൊരു 2 പച്ചമുളക് കൂടെ ഒന്ന് നെടുകെ, 2 അല്ല 3 പച്ചമുളക് കൂടെ ഒന്ന് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു പരുവം വരെ വെന്ത് കിട്ടുമ്പോഴേക്കും ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ആ മസാല സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം നല്ലപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സ്പാച്ചില കണ്ടോ, ഇത് ഞാൻ മീഷോയിന്ന് നല്ല റേറ്റ് കുറച്ച് വാങ്ങിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം നല്ല വിലക്കുറവിന് എനിക്ക് കിട്ടിയതാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഉപയോഗിക്കാനൊക്കെ. അപ്പൊ ദാണ്ടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഒരു വെള്ളം ചേർക്കണമെന്ന് ആവശ്യമില്ല. ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. പക്ഷേ നമ്മുടെ ആ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. അതങ്ങനെ വെറുതെ കളയാൻ പാടില്ലല്ലോ. അപ്പൊ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇത്തിരി വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ വെക്കുന്നത്. ചിക്കൻ ചുക്ക ഉണ്ടാക്കുമ്പോൾ സാധാരണ ഈ വെള്ളമൊന്നും ഒഴിക്കൂല. അത് കുറച്ച് നല്ല തിക്കായിട്ട് വരട്ടിയെടുത്ത പോലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടി വെക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ആവശ്യമാണ് കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പൊ ദാണ്ടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? കാണാൻ തന്നെ എന്ത് ഭംഗിയാ! നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പൊ ഞാൻ ദാണ്ടെ ഗ്രേവി ഇത്ര ആവുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ആക്കാണ്. എനിക്ക് ഇത്രയും ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓഫ് ആക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ച് ഒന്ന് വരട്ടി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ചിക്കൻ കറി, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നെയ്ച്ചോറിന്റെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നെയ്ച്ചോറിന്റെ കൂടെ പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. സാധാരണ ചോറിന്റെ കൂടെയോ ദോശേന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ചൂടോടെ തന്നെ ഇതങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പൊ ദാണ്ടെ കാണുമ്പോഴേ നോക്ക് എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന്. പിന്നെ ഈ സ്പാച്ചുലയുടെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇട്ട് തരാം. ഒരു 5 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീഷോയിന്ന് വളരെ റേറ്റ് കുറവിന് ഞാൻ മേടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ എന്തായാലും വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പം ബൈ ബൈ. ഇനി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാണോ. അതുവരേക്കും ബൈ ബൈ.